അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇത്തിരി ലേറ്റ് ആയിന്ന്. കൊച്ചേച്ചി കണക്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതാണ്. നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 10 മണി വരെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെയുള്ള ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ കുറെ കാര്യങ്ങൾ അറിയണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇതുപോലെ സംശയങ്ങൾ ക്ലിയർ ആക്കാനുണ്ട്. പാക്കിങ്ങിന്റെ കാര്യം, കൊറിയറിന്റെ കാര്യം. നമ്മൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാലാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരിക. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുക എങ്കിലും ഇപ്പൊ മാഡം പറഞ്ഞ പോലെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളും അതില് കസ്റ്റമറിന്റെ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് സംസാരിക്കാം. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട്. അപ്പൊ എന്ത് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും എനിക്ക് ക്ലാസ്സിന്റെ സമയത്താണ് ഈ ഡൗട്ടുകൾ ഇങ്ങനെ ചോദിക്കുക. നമ്മുടെ അരമണിക്കൂർ ക്ലാസ്സിന്റെ ഉള്ളിൽ ഈ ഡൗട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് നടക്കില്ല, ഡൗട്ടും ക്ലിയർ ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാവർക്കും ഇത് മസ്റ്റ് ആണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് കൊച്ചേച്ചി കണക്ട് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഡെയിലി നമ്മൾ വെക്കുകയാണ്. ആ ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യും. ഓരോ ആഴ്ചയും ഓരോ ഫോക്കസ് ആയിരിക്കും. ആ അപ്പോൾ ഈ ആഴ്ച നമ്മൾ ആഡിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. കാരണം പലരും ആഡ് കൊടുക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ പല പേടികൾ കാരണം എന്ത് ചെയ്യണം, അത് അങ്ങനെ കുറെ ഡൗട്ടുകളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ആഴ്ച മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് ആഡിനാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ പല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെ ആ ഓർഡറിനെ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം വാട്സപ്പിൽ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും സംസാരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾ ഓരോ ദിവസവും മടി മടി മാറണം. നിങ്ങൾ ഓരോരുത്തർ ചിലര് പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പോൾ ആഴ്ചകളായിട്ടുണ്ടാവും. ചിലര് പ്രശ്നങ്ങൾ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ ഒക്കെ ആയിട്ട് മാറി നിൽക്കുന്നവരുണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും വിഷമം മനസ്സിലാക്കുന്നു. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ട്രാക്കിലേക്ക് വരണം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഡെയിലി നിങ്ങൾ വെറുതെ ഫോൺ ഓൺ ചെയ്ത് കേട്ടാൽ മതി. അഥവാ നിങ്ങൾ സുഖമില്ലാതെ ഇരിക്കുകയാണ്, നിങ്ങൾ തിരക്കാണ് എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിരിക്കാം. നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്ക് ഒരു എനർജി കിട്ടും. എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ മിസ്സാണ് പലർക്കും. നമ്മൾ ബിസിനസ്സിലായിരിക്കുമ്പോൾ ബിസിനസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് അത് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഡെയിലി നിങ്ങൾ എന്തൊക്കെ ചെയ്തു, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി എത്ര പോസ്റ്റ് ഇട്ടു, അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. എത്ര ലൈക്സ് കിട്ടി, നിങ്ങൾ എൻ്റെ പോസ്റ്റിന് ലൈക്ക് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഡിസ്കഷൻസ് വരുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആവും ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഒരു ധൈര്യം വരും. ഇതിപ്പോ നമ്മൾ ക്ലാസ്സിൽ മാത്രമേ കാണുന്നുള്ളൂ, 1-to-1 മാത്രമേ കാണുന്നുള്ളൂ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണു, ഗ്രൂപ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഐഡിയാസ് കേൾക്കാൻ പറ്റും. അതുകൂടാതെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോ സുനി വന്ന് പറഞ്ഞത് കൊണ്ട് പലർക്കും ഒരു പേടി മാറി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ആഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയെന്ന് തോന്നുന്നു, ഇല്ലേ കോമളം മാം? പലർക്കും ധൈര്യം ഇല്ലാതിരിക്കുന്നവരുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ആഡ് പെർഫോമൻസ് അനാലിസിസ് നമ്മൾ ചെയ്യും. ഓരോരുത്തരും പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആഡിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് കാണിച്ച് അനലൈസ് ചെയ്യും. അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, അതുകൊണ്ട് മറ്റൊരാൾക്ക്, അടുത്ത് ആഡ് കൊടുക്കുന്ന ആൾക്ക് ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താലേ ശരിയാവൂ, അങ്ങനെയൊക്കെ. അതുപോലെ വിജയകരമായ അംഗങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത് എപ്പോഴും ഒരു ബൂസ്റ്റ് ആണല്ലോ. നമ്മളെ പോലെ തന്നെയായിരുന്നു അവരും. ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കും. അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും മറക്കാതെ 9 to 10 PM വരിക. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫൗണ്ടേഷൻ പ്രോഗ്രാം മെമ്പേഴ്സ്, അതായത് ഇപ്പൊ നടന്നു വരുന്ന ഏപ്രിൽ ബാച്ച്, മെയ് ബാച്ച് സ്റ്റുഡൻസിനും ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനും മാത്രമായിരിക്കും കൊച്ചേച്ചി കണക്ട് എന്നുള്ള പ്രോഗ്രാമിലേക്ക് ആക്സസ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? കാരണം നമുക്ക് എല്ലാവർക്കും കൂടി കൊടുക്കുമ്പോൾ അതൊരു ഫെയർ ആവില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ ഡൗട്ടും ക്ലിയർ ആവാനുള്ള സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പെയ്ഡ് മെമ്പേഴ്സിന് മാത്രമായിട്ടാണ് ഈ കൊച്ചേച്ചി കണക്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പിൽ ഞാൻ അതിന്റെ വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കും ഡൗട്ടായിട്ട്. പക്ഷെ ഇത് നേരിട്ട് നമ്മൾ കുറെ പേരുടെ ഡൗട്ട് ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു ലെവലായിട്ടുള്ള സംഭവമായിരിക്കും. അത് മാത്രമല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ?
പിന്നെ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്, ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ വീണ്ടും ഒരു അവസരം. കുറച്ച് ദിവസമായിട്ട് ഒന്ന് മടിയായിട്ട് ഇരിക്കുന്നവർക്ക് വീണ്ടും ഒന്ന് ഫോക്കസ് ചെയ്യാനുള്ള ഒരവസരമാണ്. അപ്പൊ ഈ വീക്കിൽ നമ്മൾ പരസ്യം, ജൂൺ ഫസ്റ്റ് വീക്ക് പരസ്യം, രണ്ടാമത്തെ ആഴ്ച വീഡിയോ എഡിറ്റിംഗ്, അതും അത്യാവശ്യമാണ്, റീൽസ് ഉണ്ടാക്കാനൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ. മൂന്നാമത്തെ ആഴ്ചയിൽ കണ്ടന്റ് ക്രിയേഷൻ, AI ടൂൾസ് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് മൂന്നാമത്തെ ആഴ്ചയിൽ. നാലാമത്തെ ആഴ്ചയിൽ സെയിൽസ് ആൻഡ് കസ്റ്റമർ മാനേജ്മെന്റ്. എനിക്ക് തോന്നുന്നു ഈ സെയിൽസ് ആൻഡ് കസ്റ്റമർ മാനേജ്മെന്റ് വേണമെങ്കിൽ വീക്ക് 2 ആക്കാം. കാരണം ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് ചലഞ്ച് വരുന്നത് സെയിൽസ് ആൻഡ് കസ്റ്റമർ മാനേജ്മെന്റ് ആണ്. അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ. മെറ്റ ആഡ്സ് കഴിഞ്ഞിട്ട് സെയിൽസ് ആൻഡ് കസ്റ്റമർ മാനേജ്മെന്റ് ആയിരിക്കും ഇപ്പോഴത്തെ റണ്ണിങ് ബാച്ചിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പുതിയ ആളുകൾക്ക് കോഴ്സ് ചെയ്തു വരുമ്പോൾ അതിനെ കുറിച്ചിട്ട് വീഡിയോ എഡിറ്റിങ്ങും കണ്ടന്റ് ക്രിയേഷനും ഒക്കെ ഒരു ധാരണയായി വരുമ്പോഴേക്കും അതിന്റെ ക്ലാസ് വരാം. ഓക്കെ, ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തുടങ്ങാം. ഈ ആഴ്ച മെറ്റ ആഡ്സിനെ കുറിച്ചിട്ടുള്ള കൊച്ചേച്ചി കണക്ട് പ്രോഗ്രാമിലേക്ക് എല്ലാവരും തീർച്ചയായും വരണം. ഓക്കെ.